ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത. അപ്പം ഞാൻ പറഞ്ഞതിനൊന്നും ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്നുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് എയർപോർട്ടിലാണ്, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത്. ഞാൻ ഇന്ന് ശ്രീനഗർ പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് തരട്ടോ. ഞാനൊന്നും എനിക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളിന്ന് ലേറ്റായി, ഇറങ്ങാൻ ലേറ്റ് ആവുണ്ടല്ലോ വെച്ചിട്ട് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടായില്ല. ഞാനിപ്പം വേഗം ഇവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. അതുകൊണ്ട് ഇൻട്രോ ഒക്കെ ഇവിടുന്ന് തന്നെ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ വിശേഷം കാണാം. ഇതൊക്കെ ഞങ്ങളെ ലഗേജാണ്. ഇതിലൊക്കെ മമത കേക്ക് അങ്ങനെ ഞങ്ങൾ ബോർഡിംഗ് പാസ് എടുത്തു. ഇതാണ് ബോർഡിംഗ് പാസ്. അച്ഛനും കണ്ണേട്ടനും അമ്മയും പിന്നെ ലിജീഷേട്ടനുമാണുള്ളത്. ഇവരിപ്പോൾ ഞങ്ങളെവിടെ ആക്കിയിട്ട് ഇവർ പോകും. ഞാനും കണ്ണേട്ടനും മാത്രമാട്ടോ പോകുന്നത്. ഞങ്ങളെ ഫ്ലൈറ്റ് 9:55 ഫസ്റ്റ് കൊച്ചി ടു ബാംഗ്ലൂർ, അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ടു ശ്രീനഗർ, അങ്ങനെയാണ് വരുന്നത്. അപ്പം ഞങ്ങൾ ഉള്ളോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അമ്മന്നെ ഞങ്ങൾ ഉള്ളോട്ട് കയറാൻ നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അമ്മേ 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 എന്താ കരയിൽ ലഗേജ് കൊടുക്കാൻ വേണ്ടി പോവാം. ഇൻഡിഗോതാ ലഗേജ് ഇതാക്കാൻ വേണ്ടി പോവാണ്. അന്നപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് ഓവർ വെയിറ്റ് ഉണ്ട് സാധനം. അപ്പോൾ എന്താ പറയുക എന്നുള്ളത് അറിയൂല. അതുകൊണ്ട് മേ ബി സാധനം റിമൂവ് എടുക്കേണ്ടി വരും. വെയിറ്റിനനുസരിച്ച് ചിലപ്പോൾ കൊണ്ടുപോകാൻ അലൗഡ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ലഗേജസ് ഒക്കെ വെച്ചിട്ടോ. വലിയ പ്രശ്നം ഉണ്ടായില്ല. വെയിറ്റ് കുറച്ചധികം ഉണ്ടെങ്കിലും അത് വലിയ പ്രോബ്ലം അല്ലാന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞിൻ്റെ ഹാൻഡ് ബാഗ് കുഞ്ഞിൻ്റെ അതും ലഗേജിലൊക്കെ വെച്ചു. അപ്പോൾ ഓൾറെഡി ഇപ്പം ഇനി ഞങ്ങളുടെ കയ്യിൽ 2 ബാഗ്സ് കൂടി ഉണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുക്കാനുള്ള ബാഗുകളാണ്. കണ്ണാട്ടിന് ടിക്കറ്റ് കിട്ടി. കൊച്ചി ടു ബാംഗ്ലൂർ 3 എണ്ണം. എത്രയും ആൾക്കാരുണ്ട്. എന്താണ് എൻ്റെ കുഞ്ഞാപ്പി ഉറക്കച്ചടവിലാണേ. അത് കഴിഞ്ഞ് ഞങ്ങളിതപ്പോൾ ഹാൻഡ് ബാഗ് ഒക്കെ അല്ലേ, അതൊന്ന് ചെക്ക് ചെയ്യാണ്. അതല്ല രസം. ഹാൻഡ് ബാഗ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ഹാൻഡ് ബാഗ് ഇവിടെ കുടുങ്ങിപ്പോയി. കിട്ടി കണ്ണേട്ടാ? ബാഗ് കിട്ടി ആണ്. പിന്നെ അച്ഛനെ അമ്മേനെ ഒക്കെ വിളിച്ചു പറഞ്ഞു. അവർ പോയോ? അവരതാ പുറത്ത് നിൽക്കുന്ന അച്ഛനും അമ്മയും പുറത്ത് നിൽക്കുന്നിട്ടല്ലേ ജീഷേട്ടനും കൂടി പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇനി ഉള്ളോട്ട് കയറാൻ പോകും. ഞങ്ങൾ ഗേറ്റ് നമ്പർ 5 ആണ്. അപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. ബാഗും ലഗേജ് കൊടുത്തു. ഒരുവിധം സ്വസ്ഥായി. ഇനിയിപ്പോൾ അതാ ഞങ്ങൾ 5 എവിടെയാണ്? 4 എത്തി. 5 അതാ ഗേറ്റ് നമ്പർ 5. അമ്മ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇപ്പോൾ. ആണ് ഗേറ്റ് നമ്പർ 5. കുഞ്ഞാപ്പി അവൻ്റെ ലിട്ട
എന്താണ് എന്താണ് കുഞ്ഞാപ്പേ കുഞ്ഞാപ്പേ മുടക്ക് ഞങ്ങളെ ഫ്ലൈറ്റ് 9:55 ഇപ്പോൾ ഇപ്പോൾ 8 മണിയോ 8:15 എങ്ങനെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അത്രയും നേരം ഇനി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ബോർഡിങ് കഴിഞ്ഞു. അതായത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോ ഞങ്ങളുടെ ഫ്ലൈറ്റ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂർ എത്തി. ഇപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. അപ്പോൾ കുഞ്ഞാപ്പിക്ക് ഇതുവരെ ഒന്നും കൊടുത്തില്ല. പോക്ക് അത് കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുകയാണ്. ഞങ്ങൾ ഫുഡ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദഹക്ക് കഞ്ഞി കൊണ്ടുവന്നതിന് അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പം ഞങ്ങളെ ഫ്ലൈറ്റ് അടുത്ത ഫ്ലൈറ്റ് 1:45 അടുത്തത്. ഞങ്ങളെ ഫുഡും വന്ന് ഈ ബോർഡിങ്ങിന് ടൈമാണ്. ശ്രീനഗർ ഇതാ ഓക്കെ ശ്രീനഗർ നെക്സ്റ്റ് ശ്രീനഗർ ഫ്ലൈറ്റിലേക്ക് 1:45 പറഞ്ഞത്. പക്ഷേ ഡിലേ ഉണ്ട്. 5:15 5:30 ഞങ്ങൾ അവിടെ എത്താൻ. ഇനി അപ്പോൾ അതാ ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് കുഞ്ഞാപ്പി ഉറങ്ങുകയാണ്. ലേറ്റ് ആയിട്ടുണ്ട്. 1:45 എടുക്കേണ്ടതാണ്. അപ്പോൾ ടൈം 2 മണി കഴിഞ്ഞു. ലേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ഒരു 5:45 ആവും എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീനഗറിലെത്തി ഒരു കോഫിയും പിന്നെ ഇതെന്താ നട്ട്സോ നട്ട്സോ. കുഞ്ഞാപ്പി നല്ല ഉറക്കിലാണ്. നേരത്തെ അങ്ങനെ തന്നെ എന്നോട് കയറിയപ്പോൾ മുതൽ നല്ല ഉറക്കാണ്. പിന്നെ അതൊന്നല്ല ഇങ്ങോട്ട് നോക്കുക. 1 മിനിറ്റ് കണ്ണേട്ടാ അതെന്താ നിങ്ങളെ കയ്യിലുള്ളത്? ഇതെന്തിനാ കണ്ണേട്ടാ അങ്ങക്ക് തന്നവല്? ആരായതുകൊണ്ട്? ഡിഫൻസ് ആയതുകൊണ്ട്. പിന്നെ അത് മാത്രല്ലല്ലോ വേറെ എന്തോന്നൂടെ കുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ഫോട്ടോ കൂടി ചോദിച്ചിങ്ങനെ. വയ്യ എൻ്റെ കൃഷ്ണ എന്തൊക്കെ കാണണോ. പിന്നെന്താ കിട്ടിയേ? എന്തോ ഒരു സാധനം. ശ്രീനഗർ എത്തി. അങ്ങനെ നമ്മൾ ശ്രീനഗർ എത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ശ്രീനഗർ എത്തി. ഫൈനലി നേരത്തെ കണ്ടത് കണ്ണേട്ടറെ കൊണ്ട് ആ കുട്ടി ഫോട്ടോ എടുത്തതാണ്.
കണ്ണേട്ടാ അങ്ങനെ ചുളുവിൽ ഒരു ഫോട്ടോയും എടുത്തില്ലേ. അങ്ങനെ ഞങ്ങളിതാ ശ്രീനഗർ എയർപോർട്ട് എത്തി. ഇനി ലഗേജ് എടുക്കണം. ഏട്ടൻ ട്രോളി എടുക്കാൻ വേണ്ടി പോയതാണ്. ഇതൊക്കെ ലഗേജ് എടുക്കാനുള്ള ആൾക്കാരാണ്. അപ്പം ഏട്ടൻ ഇപ്പോൾ ട്രോളി എടുക്കാൻ പോയിക്കണം. ഇപ്പോൾ വരും. വരേണ്ടതാണ്. ഞങ്ങളിപ്പോൾ ശ്രീനഗർ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നേരം പുറത്തിറങ്ങി. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു റിക്ഷയിൽ ഇവിടെ എയർഫോഴ്സിൻ്റെ ഗേറ്റ് വരെ പോകണം. അവിടെ ഞങ്ങൾ വണ്ടി എയർഫോഴ്സിൻ്റെ ഗേറ്റ് വരെ എൻട്രി ഉള്ളൂ. ജിപ്സി ആണെങ്കിൽ ഞങ്ങൾക്ക് എയർപോർട്ട് ലൈനിലായിരുന്നു. അപ്പോൾ ജിപ്സി അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എയർഫോഴ്സിൻ്റെ ഗേറ്റ് വരെ റിക്ഷയിൽ പോകേണ്ടി വരും. അപ്പോൾ ഇനി അതിൻ്റെ നോക്കണം ഇനിയിപ്പോൾ ഏതാന്നുള്ളത്. ഇതാണ് ശ്രീനഗർ എയർപോർട്ട്. ഇത്രയും വലിയ എയർപോർട്ടൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം ചെറിയ എയർപോർട്ടാണ്, അത്രയും വലുതൊന്നുമല്ല. അപ്പം അതാ പോകുന്നുണ്ട്. ഞങ്ങൾ റിക്ഷയും തിരഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് റിക്ഷ നോക്കി നിന്നിട്ട് റിക്ഷ കിട്ടിയില്ല. അവസാനം ഞങ്ങളൊരു ടാക്സി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ അതാ ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തി. ഇനി അതാ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്കാണ് വണ്ടി ഉള്ളത്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അവിടെ പോലും വന്ന് നിൽക്കുന്നുണ്ട് കണ്ണേട്ടാ. ഒരു ബാഗ് കൂടി ഇല്ലേ? ഞാൻ ഇവിടെ എടുക്കണോ? ഒരു ലഗേജ് കൂടി എടുക്കാണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ തന്നെ വന്ന് ഞങ്ങളുള്ളിൽ കയറി. എനിക്ക് തോന്നുന്നു ഏതാ വണ്ടി. ഇനി മുന്നോട്ട് പോകണോ? അയ്യോ, ഇതാ ഓല കൂടിയാ പോകണ്ട. ഓല ഞങ്ങളെ കൂട്ടാൻ വന്ന ആൾക്കാരാ. മുന്നേ പോകുന്ന രണ്ടാൾക്കാർ. ഞങ്ങളങ്ങനെ വണ്ടി കയറി ലഗേജൊക്കെ ഇറക്കി. ഞങ്ങളിതിലാണ് യൂണിറ്റിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങളിതാ ആർമി ക്യാമ്പിൻ്റെ ഉള്ളിൽ എൻ്റർ ആയിട്ടുണ്ട്. ഇത് എൻ്ററായി നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറേ പോലെ കണ്ടിട്ട് ക്വാർട്ടേഴ്സിലേക്ക്. അവിടെ നിന്ന് ഇനി 1 കിലോമീറ്റർ ക്വാർട്ടേഴ്സിലേക്കാണ്. അതൊക്കെ എന്താ? അതൊക്കെ എന്താ? ആപ്പിളോ? ആഹാ, നല്ല സ്ഥലം. അതൊക്കെ അത്ര ക്ലിയർ ആയി കാണൂല. ഞാൻ വണ്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇനി ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ നല്ല വീഡിയോസ് എടുത്തിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ക്വാർട്ടേഴ്സ് എത്തിയിട്ട് കാണാം കേട്ടോ. ഇത് ക്വാർട്ടേഴ്സിൻ്റെ അകത്തേക്ക് എൻട്രി ആയിട്ടോ. ക്വാർട്ടേഴ്സുകളാണ് ഈ കാണുന്നതൊക്കെയാണ് ഇപ്പോഴുള്ള ഞങ്ങളെ ക്വാർട്ടേഴ്സുകൾ. ഇതിലിപ്പോൾ ഏതാണെന്ന് എനിക്കറിയില്ല. ഏകദേശം ഈ ഒരു ടൈപ്പാണ് ക്വാർട്ടേഴ്സുകളൊക്കെ ഉള്ളത്. ഞങ്ങളെ ക്വാർട്ടർ എത്തി. ഇതാട്ടോ ഞങ്ങളേത്. ഇറങ്ങട്ടെ. ക്വാർട്ടേഴ്സ് ഇറങ്ങി ലഗേജൊക്കെ ഇറക്കി. ഇതിൽ ഏതോ ഒന്നാണ് ഞങ്ങളേത്. ഏതാണെന്നുള്ളത് അറിയില്ല. അതൊക്കെ ക്വാർട്ടേഴ്സുകളാട്ടോ. ഇതിലേതോ ഒന്നാണ് ഞങ്ങൾ ക്വാർട്ടേഴ്സ്. ഏതെന്നറിയത്തില്ല. സെക്കൻഡ് ഫ്ലോർ അല്ലേ കേട്ടോ. അതാണ് ഞങ്ങൾ ലഗേജസ് ഞങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടി. അതാത്ത പോകുന്ന വണ്ടിയിലാണ് ഞങ്ങൾ വന്നത്. പിന്നെ അതുപോലത്തെ കുറേ ക്വാർട്ടേഴ്സ് അതാണ് കൊടുക്കുക. സെക്കൻഡ് ഫ്ലോറിലാണ് ക്വാർട്ടർ. ഇതാണ് ഞങ്ങൾ ക്വാർട്ടർ വരുന്നത്. ലഗേജൊക്കെ കൊണ്ടിട്ടിട്ടേ ഉള്ളൂ. ഇതാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല. ഇനി ഇതൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കണം. പിന്നെ 2 റൂമുണ്ട്. അതാണ് റൂംസും കാര്യങ്ങളും. ബാത്റൂം, പിന്നെ ഷൂ റാക്ക്, പിന്നെ നെക്സ്റ്റ് റൂം ഇതാണ്. ഇവിടെ ഒരു ബാത്റൂമുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ശ്രീനഗരത്തെ വിശേഷം. അപ്പം അത്യാവശ്യം ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഞങ്ങൾ കുറച്ച് ക്ലീനിങ്ങും ഇങ്ങനത്തെയൊക്കെ പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാനിനി പുറത്തിറങ്ങുമ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എൻ്റെ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.